നമുക്ക് എല്ലാവർക്കും പരാതി എന്താ പറയുക, ഉസ്താദെ ഒരു പണിയും ശരിയാണില്ല, ഉസ്താദെ ഒരു പണിയും ശരിയാണില്ല. എന്താ പറയുക, ഖത്തർക്ക് പോയി നോക്കി, കുവൈത്തേക്ക് പോയി നോക്കി, ബഹ്റൈൻക്ക് പോയി നോക്കി, ഒമാൻക്ക് പോയി നോക്കി, സിംഗപ്പൂർക്ക്, എല്ലായിടത്തും ഓൻ 2 വട്ടം പോയിക്കണം. ഓൻ്റെ ബസ്സിൻ്റെ അടിയിൽ പോകാത്ത സ്ഥലമല്ല. എന്നിട്ടോ പേരറ്റായിട്ടുമില്ല, കുറ്റി അടിച്ചിട്ടുള്ളൂ. ഇപ്പോഴും ആ തങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോന്നാ കുറ്റി അടിച്ചേ. അപ്പോൾ ഓന് കുഴപ്പമില്ല. കുഴപ്പം പിന്നെ ആർക്കാ കുറ്റി അടിച്ച തങ്ങൾക്കാ. എന്ത് ചെയ്യാനാ? ചിലവർ 5000 സ്ക്വയർ ഫീറ്റിൻ്റെ പ്ലാനാണ് വരച്ചിട്ട് ആണ്ട് കുറ്റി അടിച്ചു. ഓൻ്റെ അടുത്ത് ആകെ മദ്രസന്ന് കൂടിയിട്ടേ 33,000 റുപ്യ ഉള്ളൂ. ഇതുകൊണ്ട് എങ്ങനെ 5000 സ്ക്വയർ ഫീറ്റ് പറയണം? അതും കുറ്റിയടിച്ച തങ്ങൾക്കാ കുഴപ്പം. ഓനപ്പോഴും കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ കുറ്റിയടിക്കണതിന് മുമ്പ് ആദ്യം ചോദിച്ചാൽ എൻ്റെ അടുത്ത് എത്ര പൈസ ഉണ്ട്, കാരണം അതിനനുസരിച്ച് അടിച്ചാൽ മതിയല്ലോ. അപ്പം ഞാൻ ഇവിടെ സൈഡ് കൊണ്ടുപോയി അടിച്ചു, ഇവിടെ പൂർത്തിയായിക്കോട്ടെ അറിയാം, കാരണം ബാക്കി ഞാൻ അറിയില്ല. നാളെ അങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞു, ഒരു പില്ലർ കുറേ എണ്ണ ഏറെ. അപ്പം ഞാൻ പറഞ്ഞു, ഈ പില്ലറൊക്കെ പാടെ ചങ്ങായി വേണ്ടതിന് എത്രങ്ങാനും പില്ലർ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ അടിച്ചാണ്, ഇവിടെ പൂർത്തിയായിക്കോട്ടെ. അതിന് പിന്നെ ആ പില്ലറൊക്കെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഓന് മനസ്സിലായിപ്പോൾ ഈ പില്ലർ ഇപ്പം ഞാൻ എന്താവുന്നത്, അത് ഇപ്പോഴും അങ്ങനെ തന്നെ. അപ്പം നമ്മൾ ഇതൊക്കെ ബർക്കത്തില്ലാത്തത് കൊണ്ടാണ്. പോരണ്ടാക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല. ഗൾഫ് പോയ ആളുകൾക്ക് ആർക്കാ പൈസ ഇല്ലാത്തപോലെ? എല്ലായിടത്തും പൈസ ഉണ്ട്. ഗൾഫ് പോയ 2000 റിയാൽ ശമ്പളം ചുരുങ്ങിയുണ്ട്. ഞാനൊക്കെ പോയിന കാലത്ത് 1500 റിയാൽ, റൂമും ചിലവും കഴിഞ്ഞാൽ 1200 ഉറുപ്പിക കിട്ടും. പിന്നെ ടെലിഫോണൊന്നും അങ്ങനെ വല്ല വിളിച്ചാണ്ടാവില്ല, കുറച്ചേ വിളിച്ചോളൂ. അങ്ങനെ മറ്റേ ചുവപ്പമ്മ എപ്പോഴും കയ്യേക്കാരം. ചുവപ്പമ്മ അങ്ങനെ കഴിയുക, പച്ചമ്മ ഒരട്ടം നിൽക്കിയാൽ പിന്നെ ചുവപ്പമ്മ തന്നെ ഇങ്ങനെ കഴിയും, കാരണം ബാങ്ക് ഓഫാക്കാനാണ്. അങ്ങനെ പെണ്ണുങ്ങളെങ്ങാനും ബില്ല് വല്ല പറയുകയാണെങ്കിൽ അറ്റ കെട്ടണാക്കിയാൽ പിന്നെ അത് പറയില്ലല്ലോ. പക്ഷേ ധാരാളം ആളുകൾ സുബഹിന്റെ ശേഷം ഉറങ്ങുന്ന ആളുകളാണ്. 20,000, 30,000, 40,000 റുപ്യ ശമ്പളമൊക്കെ കിട്ടിയാലും സുബഹിന്റെ ശേഷം ഉറങ്ങും, നല്ല ഉഷാറായിട്ട് ഉറങ്ങും അല്ലേ? അപ്പൊ സുബഹിന്റെ ശേഷം ഉറങ്ങിയാൽ അന്നത്തെ ശമ്പളത്തിൽ വർക്കത്തില്ല, അന്നത്തെ ജോലിയിൽ വർക്കത്തില്ല. ഇപ്പൊ ഇതിലിപ്പോ ഇന്നിപ്പോ സുബഹിന്റെ ശേഷം ഉറങ്ങിയ ആളുകളൊക്കെ ഒന്ന് കൈ പൊക്കട്ടെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഒക്കെ വാട്സപ്പിൽ പൊക്കണാരി പൊക്കിയാൽ മതി. നല്ല സുഖം ഓൺലൈനിൽ എല്ലാത്തിനും ജവാബ് പറയാം. കളവ് പറയില്ല ആരും ഓൺലൈനിലേ. ചിലപ്പോൾ ചില സംഘാടകരൊക്കെ പറയും, എവിടെ തങ്ങളെ നിങ്ങൾ പരിപാടി കഴിയാനായി, മൂല്യയുടെ പ്രസംഗം കഴിഞ്ഞ് ഇപ്പം നടക്കൂല. കാരണം ഞാൻ അങ്ങനെ കണ്ടുകൊണ്ടാ പോരുന്നേ പരിപാടി ഇവിടെ എത്തി. കാരണം അപ്പം ഇന്നോട് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ഇപ്പം ഇവിടെ എത്തിയിട്ടുള്ള പരിപാടി വെറുതെ ഞാൻ വരാൻ പറയാം. സുബ്ഹാനല്ലാഹ്. അപ്പം അതുകൊണ്ട് സുബഹിന്റെ ശേഷം ഉറങ്ങുന്നത് കൊണ്ടാണ് ഈ ബർക്കത്തില്ലാത്തത് കൊണ്ടാണ് ഈ പൈസ. ഇത് എങ്ങനെയെങ്കിലൊക്കെ കഴിഞ്ഞു പോകും. ഈ പൈസ നഷ്ടപ്പെട്ടു പോകാൻ, ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകാൻ എന്തെങ്കിലുമൊക്കെ മാർഗം ഉണ്ടാവും. ഇപ്പൊ ഒരാള് 700 റുപ്യക്ക് പണിയെടുത്തുകൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ അങ്ങനെ വരികയാണ്. ഓൻ സുബൈയൊന്നും നിസ്കരിച്ചിട്ടില്ല, പക്ഷെ പണിയൊക്കെ പാവം നല്ലോണം തെങ്ങുതടൊക്കെ തുറന്ന് 4 തുറക്കണോടത്ത് 6 തുറന്ന് മുതലാളിനെയൊക്കെ തൃപ്തിപ്പെടുത്തിയൊക്കെ റാഹത്തോടു കൂടെ നല്ല ഹലാലായ രൂപത്തിനെ കൊണ്ടുവരണേ. പക്ഷേ അങ്ങനെയൊക്കെ ഓൻ വന്നിക്കണമെങ്കിലും ഇവിടെ ഓൻ എത്തി പെണ്ണുങ്ങളിങ്ങനെ കാത്തുക്കുക. ആ കൈക്കോട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വേം വരി കുട്ടി സ്കൂൾ ഇട്ട് വന്നപ്പോൾ കാല് വെച്ചു തീരെ നഖ ആകെ പൊളിഞ്ഞ് നിൽക്കുകയാണ്. നിങ്ങളെ കാത്തു നിൽക്കുകയാണ്, ഞാൻ ആശുപത്രി കൊണ്ടാകാനാണ്. സുബ്ഹാനല്ലാഹ്. മൂപ്പര് അതൊക്കെ വെച്ച് കൈക്കോട്ടൊക്കെ വെച്ച് തുണിയും കുപ്പായൊക്കെ മാറ്റി നോക്കുമ്പോൾ ബന്ധം നടക്കാനാവില്ല. അതിൽ പിന്നെ അടുത്തുള്ള കുഞ്ഞാപ്പൂനെ വിളിച്ച് ഓട്ടോറിക്ഷ, ഓന് 150 റുപ്യ അങ്ങനെ അങ്ങാടിക്ക് ഡോക്ടർക്ക് കത്താം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഡോക്ടറെ കണ്ടോക്കുമ്പോൾ മൂപ്പർക്ക് ഫീസ് ഒരു 100. അപ്പോൾ അവിടെ 250 അപ്പം തന്നെ ആയി. പിന്നെ 100 റുപ്യേൻ്റെ മരുന്ന് എഴുതി. അപ്പം 250, 100, 350 ആയി. പിന്നെ തിരിച്ച് ഓട്ടോറിക്ഷയിൽ പോരണ്ടേ, കെട്ടൊക്കെ പാടെ കെട്ടി പിന്നെ തീരെ നടക്കാൻ പറ്റാം. അപ്പം നോക്കുമ്പോൾ 500 ആയി, 150 റുപ്യ കുറച്ച്. പിന്നെ ഓൻ പോന്നപ്പോൾ ഭയങ്കര നൂലൊഴിച്ചൽ. അപ്പോൾ 1 കിലോ ഓറഞ്ചും വാങ്ങി, 100 കഴിഞ്ഞ്. അപ്പോൾ 600 കയറി, ബാക്കി 100 റുപ്യ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. അതിന് മത്തിയും വാങ്ങി. ഖലാസ്, അല്ലാഹു റഹം. ഇവിടെ ഈ പൈസ മുഴുവൻ ചെലവായില്ല. ഇപ്പൊ കള്ളുടിച്ചോ? ഉസ്താദെ ഞാൻ കള്ളൊന്നും കുടിച്ചില്ല, ഞാൻ വേണ്ടാത്ത ഒരു പ്രവർത്തനം ചെയ്യല്ല. പൈസ കാണുന്നില്ല. പൈസ കാണാത്തത് എന്തുകൊണ്ടാണ്? ബർക്കത്തില്ലാത്തതുകൊണ്ടാണ്. ഈ ബർക്കത്തില്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സുബഹി നിസ്കരിക്കാത്തത് കൊണ്ട്. സുബഹി നിസ്കരിക്കാത്തതുകൊണ്ടും സുബഹിന്റെ ശേഷം ഉറങ്ങണമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ 9ാം വാർഷികത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് തീരുമാനം എടുക്കാൻ ഒരൊറ്റ ദിവസം ഞാൻ സുബഹിന്റെ ശേഷം ഉറങ്ങൂല. അതിന് മൂല്യരായാലും വേണ്ടിയില്ല, തങ്ങളായാലും വേണ്ടിയില്ല, അല്ലാത്തവരായാലും ഒക്കെ കണക്കായില്ലേ ഉറങ്ങണോ. ചിലവർ അങ്ങനെ ഉണ്ടാവും അല്ലേ? അസ്രഫിയ ഉറങ്ങലുണ്ടോ? ഇല്ലേ അല്ലേ? അങ്ങനെ ചിലവർ അങ്ങനെ ഉറങ്ങും. എത്ര ഉറങ്ങും? അപ്പൊ അതിൽ ബറക്കത്ത് ഉണ്ടാവില്ല. ആ ബറക്കത്ത് കെട്ടാൻ അല്ലേ, ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലായി. ബഹുമാനപ്പെടുത്ത അവസ്ഥ അത് പാടിയതാ. സുബഹിന്റെ ശേഷം ഉറങ്ങാം, അത് പാടില്ല. സൂര്യ ഉദിച്ചിട്ട് ഉറങ്ങിക്കോളി. ഇങ്ങനെ കിട്ടുന്ന പൈസയിൽ വലിയ ബറക്കത്താണ്. ആ ബറക്കത്തുള്ള കാശ് കിട്ടി ആ മനുഷ്യന് സ്വലാത്തുകൾ ചൊല്ലി, ദിക്റുകൾ ചൊല്ലി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൈയുയർത്തുമ്പോൾ ഒരു പ്രയാസവും ഉണ്ടാവില്ല. ഓനോട് ചോദിച്ചോക്കണേ, എനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ കോവിഡ് വന്നിട്ട്? ഒരു പ്രയാസമില്ല. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷം.
ചില ആളുകൾക്ക് എന്നും പ്രയാസമാണ്. അതെന്തുകൊണ്ടാണ്? എന്നും കടാണ്. എത്ര ആളുകളുണ്ട് അങ്ങനത്തെ ആളുകൾ? നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്. ഇതിപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ തിരിയും. ഞങ്ങളോടിപ്പോൾ ഓരോ ദിവസം ഒരു ചൊവ്വാഴ്ച ഞാൻ പുരയിൽ കുത്തിർന്നാൽ അടുത്ത ചൊവ്വാഴ്ച വരെ വേല പറയാനുള്ള മേറ്ററൊക്കെ അന്നുണ്ടാവും. കാരണം പലർക്കും പല അനുഭവം പറയണം. ഇതൊക്കെ നമുക്ക് പ്രസംഗിക്കാനുള്ളതാണ് അല്ലേ? ചിലവർ നല്ലോണം കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ കഴിഞ്ഞ ഒരു 4 ദിവസം മുമ്പ് ഞാൻ വളാഞ്ചേരി പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ ഒരാളെ പെരി കയറ്റിന് ഒരാൾ നല്ലോണം പൈസ കൊടുക്കുന്ന ആളാ, ലക്ഷങ്ങൾ കൊടുക്കുന്ന ആളാ. അപ്പോൾ ഇയാൾക്കിപ്പോൾ സുഖമില്ലാതെ ആയപ്പോ ഇയാളോട് എന്തൊക്കെയാ വർത്താനം? സുഖം തന്നെയല്ല ആചാര്യ എന്നാണ്. ആ സുഖമൊക്കെ ഇപ്പൊ എല്ലാവരും ദ്വാരുന്നിപ്പോ സുഖം ഇങ്ങനെ ആയി അനുകാരം. സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞു അയാളെ കൊടുത്തോടത്തോളൊക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മള് ചില വാക്കുകളെ കൊണ്ടും നമുക്ക് എല്ലാ ബറക്കത്തുകളും നഷ്ടപ്പെട്ടു. ഒരൊറ്റ കലിമത്ത് കൊണ്ട്. എന്ത് മൂല്യര്, എന്ത് സ്വലാത്ത്, എന്ത് സുബഹി, എന്ത് ദിക്ർ ഹൽക്ക എന്ന ഒരൊറ്റ വാക്കുകൊണ്ട്, ഇല്ലെങ്കിൽ എന്ത് സ്വലാത്ത് വാർഷികം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിലൂടെ തന്നെ നമുക്ക് പല സംഗതികൾ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നല്ലവണ്ണം ഖൽബ് നന്നായി ജീവിക്കുക, വൃത്തിയുള്ള ഖൽബിന്റെ അഹലുകാരാകുക. സ്വന്തം ഭാര്യയോട്, മാതാപിതാക്കളോട്, കുടുംബത്തിനോട്, അയൽവാസികളോട് തെറ്റി നിൽക്കരുത്. ഈ കോവിഡും നിപ്പോ വൈറസ് അടക്കമുള്ള ധാരാളം പ്രയാസങ്ങൾ നമ്മളെ വലയം ചെയ്തിട്ടും ഖൽബിന് യാതൊരു മാറ്റം എനിക്കും നിങ്ങൾക്കും ഇല്ലല്ലോ. സുബ്ഹാനല്ലാഹ്. ഇനി ഇതിനപ്പുറമുള്ള വലിയ രോഗങ്ങൾ വന്നാലും സുബ്ഹാനല്ലാഹ് നമുക്ക് യാതൊരു മാറ്റങ്ങളും വരുന്നില്ല. ഇത് നമ്മളെ ഖൽബിന്റെ മോസ. അതുകൊണ്ട് തന്നെയാണ് ഈ രോഗം പോകാത്തതും. അള്ളാഹുവിലേക്ക് മടങ്ങുക, സ്വലാത്തുകളും ദിക്റുകളും ചൊല്ലി അള്ളാഹുവിലേക്കും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കും ഞാൻ മടങ്ങലല്ലാതെ ഇതിന് ഒരു മരുന്നുമില്ല. ഇതിന് ഒരു വാക്സിൻ എടുത്തിട്ടും കാര്യമില്ല. ഏറ്റവും വലിയ വാക്സിൻ അതാണ്. ഏത് വാക്സിൻ എടുക്കുന്നതിന് മുമ്പ് ഖൽബ് നന്നാവുക എന്നുള്ള വാക്സിൻ അതാര് ചെയ്യും? അതാരാണ് ചെയ്യുക? സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെ ഖൽബ് നന്നാക്കി തരട്ടെ. വൃത്തിയുള്ള ഖൽബ് അല്ലാഹു തരട്ടെ. അതുകൊണ്ട് പിണങ്ങി നിൽക്കല്ലേ കൂട്ടുകാരെ, പിണങ്ങി നിൽക്കല്ലേ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് വാർഷികം നടക്കുകയാണ്. ആ സ്വലാത്ത് വാർഷികത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തസിലു മൻ ഖതഅക വതുഅതി മൻ ഹറമക. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടത്തോട് കാണിച്ചു തന്ന, അവിടത്തോട് പറഞ്ഞു തന്നത് മുഴുവനും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് ഒരാളോടുള്ള സ്നേഹമാകുന്നത്. ഭാര്യയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഭാര്യ ഇഷ്ടപ്പെടുന്നത് മുഴുവനും ഞാൻ ഇഷ്ടപ്പെടുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്നത് മുഴുവനും ഭാര്യ ഇഷ്ടപ്പെടുന്നു. ഭാര്യയും ഭർത്താവും ഇഷ്ടപ്പെടുന്നതാണ് കുട്ടിക്കുള്ള ഡ്രസ്സ് എടുക്കുക. അങ്ങനെയാണ്. ഒരു ചെറിയ കുഞ്ഞുണ്ടായി രണ്ടുപേർക്കും. അങ്ങനെ അൽഹംദുലില്ലാഹ് കുട്ടിക്കൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പുതിയാപ്പിളയും പുതിയണ്ണ ഉപ്പയും ഉമ്മയും പോയി. ഒരു കുട്ടിക്ക് ആകെ 300 രൂപേന്റെ ഡ്രസ്സ് എടുക്കാൻ ചിലപ്പോൾ 8 ടെക്സ്റ്റൈൽസിൽ കയറും. കാരണം എന്താ? ഓൽക്ക് 2 കൂടി പറ്റണ്ടേ. അപ്പൊ രണ്ടുപേർക്കും ആഗ്രഹമുള്ള, സ്നേഹമുള്ള, വൃത്തിയുള്ള ഡ്രസ്സാണ് എടുക്കുന്നത്. എന്നതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു തന്നത് മുഴുവനും നമ്മൾ അംഗീകരിക്കണം, ജീവിതത്തിൽ കൊണ്ടുവരണം. നമ്മളെന്താ ചെയ്യല്? ഒക്കെ ഓപ്പോസിറ്റ് നമ്മൾ ചെയ്യുള്ളൂ. എല്ലാം ഓപ്പോസിറ്റ് നമ്മൾ ചെയ്യാം. അതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ ജീവിതത്തിൽ നമ്മൾ മാറ്റം വരുത്തണം. അതുകൊണ്ട് കുടുംബത്തിനോട് തെറ്റി നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് പോയിട്ട് സലാം പറയണം. ഇങ്ങോട്ട് ബന്ധം മുറിച്ച ആളുകളോട് അങ്ങോട്ട് പോയി സലാം പറയാ, അങ്ങോട്ട് പോയി പറയാ. അപ്പൊ ഉസ്താദേ ഇന്റെ അടുക്കൽ ഒരു കുഴപ്പമില്ല, 100% റെഡിയാ. ഞാൻ എന്റെ വാപ്പ മരിച്ചിട്ട് 8 കൊല്ലമായി. 8 കൊല്ലത്തിന് തേങ്ങ ഇട്ടത് ആരായിരുന്നു? ജ്യേഷ്ഠനാ. 8 കൊല്ലം ഓനാ തേങ്ങ ഇട്ടീനെ. ഞങ്ങൾ ആരും എന്നെ കണക്ക് ചോദിച്ചാൽ പോയിട്ടില്ല. ഇനി 8 കൊല്ലം കഴിഞ്ഞിട്ട് ഓരിക്കുമ്പോ ഞങ്ങളാരും 8 കൊല്ലത്തെ തേങ്ങ ജന്തയെ കാട്ടിയ കുഞ്ഞാപ്പൂന്ന് ഞങ്ങൾ ചോദിച്ചാൻ പോയിട്ടില്ല. ആ 8 കൊല്ലത്തെ തേങ്ങ എല്ലാ മക്കൾക്കുള്ളതാണ്. അത് തിന്നാ ഹറാമാണ്. ഓന്റെ ഭക്ഷണം ഹലാലല്ല. അതുകൊണ്ട് തന്നെ ദുആയും കബൂലല്ല. നമ്മൾ ലുക്കുമത്തെ ഹലാലാകണം. ദുആ അല്ലാഹ് കബൂലാക്കണമെങ്കിൽ വെറുതെ ഇങ്ങനെ വന്നിട്ടൊന്നും കാര്യമില്ല. കഴിക്കണ ഭക്ഷണം ഹലാലാകണം. കഴിക്കണ ഭക്ഷണം ഹലാലായെങ്കിലാണ് അല്ലാഹു തആല ദുആ കബൂലാക്കുള്ളൂ. എവിടുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടണൊക്കെ ഭാര്യയിച്ച് തിന്നുകാണ്ട് എങ്ങനെയെങ്കിലൊക്കെ പൈസ ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇങ്ങോട്ട് ബന്ധം മുറിച്ച ആളുകളോട് അങ്ങോട്ട് പോയി സലാം പറയുക. എത്ര തെറ്റ് ചെയ്തിക്കണേ ഓനോട് പോയാണ്ട് പറയാം. അത് നമുക്ക് തോന്നുന്നുണ്ടോ? എന്നാ നമ്മൾ മുഅ്മിനാ. അത് നമുക്ക് തോന്നുന്നുണ്ടോ? നമ്മളെ ഈമാൻ ഉഷാറാണ്. ഇങ്ങോട്ട് വിലങ്ങപ്പെട്ട ആളുകൾക്ക് അങ്ങോട്ട് കൊടുക്കുക. നാളെ ഒരു 1000 രൂപ കടം ചോദിച്ചപ്പോൾ തരാത്ത ഫുലാനാണ് നമ്മളെ അയൽവാസി.
പക്ഷേ ഓൻ പിന്നെ ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് ചോദിച്ചാൽ പറഞ്ഞു ഇന്നാൾ 1000 റുപ്യ ചോദിച്ചിട്ട് തന്നീനോ, എനിക്ക് ഞാനും തരൂല. അത് പറയരുത്. ഇങ്ങോട്ട് ബന്ധം മുറിച്ച ആളുകൾക്ക് അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് തരാത്ത ആളുകൾക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാലും ഞമ്മക്ക് അങ്ങനെ കൊടുക്കാൻ തോന്നിയൊരു ചെറിയൊരു കൊളത്തേണ്ടി വരും. അപ്പൊ പറയും ഇന്നാൾ 1000 റുപ്യ ചോദിച്ചിട്ട് തരാത്ത ആളാണെങ്കിലും ഞാൻ ഇന്ന് തരാതിരിക്കണമെന്നില്ല, എന്നാ പിടിച്ചോ, എന്നാ പിന്നെ വേണ്ടി വരില്ല. ചോറ് തിന്നവനാണെങ്കിൽ പിന്നെ വാങ്ങൂല. എന്നാലും ഒരു അങ്ങനെയാണ് നമ്മൾ നന്നാവല്. കാര്യം എന്തായാലും എല്ലാത്തിന്റെ വേക്കലുണ്ടാവും ഒരു കുളത്ത്, അല്ലേ? മരിച്ചാലും അവനെ പറ്റി പറയണ കാര്യം എന്തായാലും കുഞ്ഞാപ്പൂ അങ്ങനെയാണ് ഇങ്ങനെ. അത് ഇതിന് ഈ കാര്യം എന്തായാലും പറയണവിടെ. ഇത് ബെടുക്ക് കലാമാണത്. അത് വളരെ അണ്ടർലൈൻ ചെയ്ത് ഉള്ള കലാമാണ്. അത് വളരെ മോശപ്പെട്ട കലാമാണ്. അതാണ് തഫ്സീലാക്കേണ്ടത്. ആ കാര്യം എന്തായാലും. അപ്പൊ എല്ലാവരും പോയിട്ട് ഇന്ന് നമ്മൾ സ്വലാത്ത് ചൊല്ലാൻ തീരുമാനിച്ച് റസൂലുള്ളാഹിന്റെ മഹബത്ത് വെച്ച് നമ്മൾ പോകണം. അപ്പൊ ഇന്ന് എല്ലാവരും പോയിട്ട് എന്ത് ചെയ്യാം, പൊരയിൽ ചെന്നിട്ട് പെണ്ണുങ്ങളോട് പൊരുത്തപ്പെടിക്കുക. എല്ലാവരും ഇന്നെ എടി വാത്തുമ്പോ ഹജ്ജിന് പോയപ്പോൾ നമ്മൾ പൊരുത്തപ്പെടിച്ചോ പെണ്ണുങ്ങളോട്? അങ്ങനെ പെണ്ണുങ്ങളോടൊന്നും പൊരുത്തപ്പെടിച്ചില്ല. ഹജ്ജിനോയപ്പോൾ അയലോക്കക്കാരോടൊക്കെ പൊരുത്തപ്പെടിച്ച്, നാട്ടുകാരോടൊക്കെ പൊരുത്തപ്പെടിച്ച്, കുയ്മന്തിയൊക്കെ വെച്ച് എല്ലാവരോടും പറഞ്ഞേനെ. പക്ഷെ പെണ്ണുങ്ങളോട് അപ്പോഴും പറഞ്ഞിട്ടില്ല. പെണ്ണുങ്ങളോട് 40 കൊല്ലത്തോളം ഓളെ ചീത്ത പറഞ്ഞതും തക്കാളി ഏറിയതും മുളക് ഏറിയതും അതിനൊക്കെ ചീത്ത പറഞ്ഞിട്ടുണ്ട് നമ്മളെ. സുബ്ഹാനല്ലാഹ്, അതൊക്കെ അവിടെ കിടക്കണം. ചില നേരത്ത് ഞാൻ മരിച്ചാലും പൊരുത്തപ്പെടില്ല എന്നൊക്കെ ഓള് പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഇതൊക്കെ എന്നാ പൊരുത്തപ്പെടുക? അല്ല ആലോചിച്ച് നോക്കി. ചില നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനത്തെ ഒക്കെ. ചിലർക്ക് ഇങ്ങനെ ഓർമ്മ വരും, അടച്ചോടെ ഞാൻ 4 ദിവസം മുമ്പ് പറഞ്ഞപ്പോ തങ്ങളാ പറഞ്ഞത്, ഇല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതെന്നാ പൊരുത്തപ്പെടിച്ച? ഹജ്ജിന് പോകുമ്പോൾ ഉംറക്ക് പോകുമ്പോഴൊന്നും പൊരുത്തപ്പെടിച്ചില്ല. അപ്പോഴും തന്നെ പറയാ പാത്തുമ്മോ ഞാൻ പോവാട്ടോ, 4 ദിവസം കഴിഞ്ഞാൽ പേര് ബേജാറാണ്ട, അരിയും പഞ്ചസാരയും മുളകൊക്കെ ഇവിടെ ഉണ്ട്, മീൻ ആ ചങ്ങായി പോക്കറ്റ് വരുമ്പോ അങ്ങനെ വാങ്ങിക്കൊണ്ട് ഞാൻ വന്നിട്ട് പൈസ കൊടുത്തോണ്ട്. ഇയാളെന്താ ഈ പെണ്ണെന്താ മനസ്സ് കരുതുന്ന നേരല്ലേ? ഇയാൾ ഇനി 80 ദിവസം കഴിഞ്ഞിട്ട് വന്നാലും എനിക്കൊരു കുഴപ്പമില്ല, കാരണം അത്രയ്ക്ക് സമാധാനമാണ്, കാരണം ചീത്തയേക്കൂലല്ലോ. ഉണ്ടാവും ചിലരങ്ങനെ എന്നും പെണ്ണുങ്ങളെ കെൽബ് എന്ന് വിളിച്ച പോലെ ഉണ്ടാവും. അങ്ങനെ വിളിച്ചാൽ. അപ്പൊ നാളൊരു പെണ്ണ് കരുതി ഈ കെൽബ് നിലിന്റെ അർത്ഥം മാറ്റിയേക്ക, കുഞ്ഞോളെ നാക്കുക അതിന്റെ അർത്ഥം എന്നാണ്. എന്നാ പിന്നെ പ്രശ്നം അത് പെണ്ണ് സ്വലാത്തുള്ള പെണ്ണായിട്ടാ. പെണ്ണ് നല്ല സ്വലാത്തുള്ള പെണ്ണായപ്പോ പെണ്ണ് കെൽബിന്റെ അർത്ഥം മാറ്റി വെച്ച് കുഞ്ഞോളെ നാക്കി. കുഞ്ഞോളെ ആ ചാവിന്റെ അടുത്ത് നായി. ആ കെൽബ് ആ ചാവിന്റെ അടുത്ത് അറിയുമ്പോ അതിന്റെ അർത്ഥം കുഞ്ഞോളെ ആ ചാവിന്റെ അടുത്ത് നാക്കി. അപ്പൊ റെഡിയായി. നിങ്ങൾ ആലോചിച്ചോക്കെ, നിങ്ങൾ വിളിച്ചിക്കണോ എന്താ പെണ്ണുങ്ങൾ കെൽബ് എന്ന് വിളിച്ചാൽ നമ്മളെ പിന്നെ ആരേക്കാരം കെൽബിന്റെ പുതിയാപ്പിളയാവും. അല്ല അങ്ങനെയല്ലേ? അത് ആലോചിച്ചോക്കെ. അപ്പൊ അത് റെഡിയാവും. ഇങ്ങനെ ആലോചിക്കുമ്പോ നമ്മക്കിങ്ങനെ നന്നാവും. സുബ്ഹാനല്ലാഹ്, ശരിയാ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് നമ്മളതൊക്കെ പൊരുത്തപ്പെടിച്ചണം. അതൊക്കെ പൊരുത്തപ്പെടിച്ച് നല്ല ഉഷാറായിട്ട് നിൽക്കുക. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഇപ്പം എൻ്റെ അടുത്തൊക്കെ ഒരു കേസ് വന്നു. 16 കൊല്ലമായിട്ട് പുതിയാപ്പിളയും പുതിയണ്ണും തെറ്റുന്ന 16 കൊല്ലം. രണ്ടാളും ഒഴിവായിട്ടൊന്നുമില്ല. 16 കൊല്ലം തെറ്റില്ല. പെണ്ണിന്റെ വരയിലും ആണിന്റെ പേരിലും. ആ മസ്ലഹത്താണ്. നമ്മളെല്ലാ മസ്ലഹത്തും നടത്തും, നിങ്ങളെടുത്ത് വന്ന് മാത്രമാണ്. അപ്പൊ അങ്ങനെ സുബ്ഹാനല്ലാഹ് 16 കൊല്ലത്തോളം അങ്ങനെ സുബ്ഹാനല്ലാഹ് അതൊക്കെ പാടെ ക്ലിയറാക്കി. ഈച്ചിങ്ങനെ തോന്നൽ ഇവരിപ്പോ ഇപ്പൊന്ന് രണ്ടാളും ഒഴിവാകാന്നൊക്കെ പറഞ്ഞാലും പോകാനൊരു പൂതിൻ്റെ ഇവൽക്ക്. അപ്പം ഞാൻ അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് അല്ല നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഇപ്പൊ ഇതൊക്കെ ശരിയാകാൻ നഷ്ടപരിഹാരമൊക്കെ പറഞ്ഞാലും എന്താ പണം നന്നായി പോയാല് ചോദിച്ചപ്പോ പുതിയാപ്പുറത്ത് മുണ്ടണില്ല. അപ്പൊ എനിക്ക് തോന്നി ചെറിയൊരു കമ്പുണ്ട് ഇയാൾക്ക്. പെണ്ണുങ്ങളോട് വെച്ച് അല്ലേ ഇപ്പൊ ഇനിയിപ്പോ എന്തിനാ അങ്ങനെ കാട്ടണേ എന്ന് പറഞ്ഞപ്പോ പെണ്ണുങ്ങൾക്കൊരു ചെറിയ കമ്പുണ്ട്. ബാക്കി ഞാൻ അത് അടുത്ത കൊല്ലം പറയണ്ട, അവിടെ തിരുള്ളു പോ. ഇപ്പൊ ചുരുക്കി പറഞ്ഞപ്പോ നഷ്ടപരിഹാരം ഇനി കൊടുക്കണോ കൊടുക്കണ്ടെന്ന് കൊടുത്താ നന്നാകട്ടെ, അള്ളാഹു നല്ല മനസ്സ് കൊടുക്കട്ടെ. അപ്പൊ നിങ്ങൾ നോക്കൂ, 16 കൊല്ലത്തോളം തെറ്റി നിൽക്കുകയാണ് അവർ രണ്ടുപേരും. നിസ്കരിച്ച നിസ്കാരവും ഓല് മാറ്റ നോമ്പും ഓല് പോയ പോക്കും എന്തെല്ലാണ്ട് സുബ്ഹാന ജല്ല ജലാലു. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ വളരെ നല്ല രൂപത്തിൽ നമ്മൾ ജീവിക്കണം. എന്നെങ്കിലേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹമാവുള്ളൂ. ഇപ്പൊ ഇനി അൽഹംദുലില്ലാഹ് സഫർ മാസം ആകുകയാണ്. ആയില്ലപ്പോ ആയോ? ഇല്ല, സഫർ ആകുകയാണ്. അൽഹംദുലില്ലാഹ് അത് കഴിഞ്ഞ് റബീഉൽ അവ്വലാണ്. റബീഉൽ അവ്വൽ ആകുമ്പോഴേക്ക് ഒരുപാട് സ്വലാത്തുമില്ല, കോടിക്കണക്കിന് സ്വലാത്തുമില്ല. അയച്ചിട്ട് ഇനി പുതിയാപ്പിളക്കിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാതെ സ്വലാത്തെല്ലാം കേട്ടോ. തങ്ങൾ പറഞ്ഞു കോടിക്കണക്കിന് സ്വലാത്തല്ല, അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കില്ല അറിയാൻ പറ്റരുത്. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ ആവശ്യങ്ങൾ മുഴുവനും നിറവേറ്റി കൊടുക്കൽ തന്നെയാണ് ഓല എല്ലാ സംഗതി. അതന്നെ മതി. അതിൽ നല്ല ഇഖ്ലാസ് കൂടെ. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, ഓരോ പത്തിരി ചുടുമ്പോഴും നൊടിഞ്ഞിങ്ങനെ ഉണ്ടാക്കിയാലോ ഇയാളെ കൂടെ മനുഷ്യൻ കുടുങ്ങി. എൻ്റെ ആങ്ങളെ ഗൾഫിൽ നിന്നിട്ടും കൂടി പറഞ്ഞയച്ചില്ല, ഇയാൾക്ക് പത്തിരി തരുമ്പോൾ ഇതിങ്ങനെ തസ്ബീഹ് ചൊല്ലിയിട്ട് ആ പത്തിരി ഉണ്ടാക്കിക്കണമെങ്കിൽ ആ പത്തിരി ഉറക്കത്തുണ്ടാവില്ല.
അങ്ങനെ പത്തിരി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുകൊണ്ട് നല്ല രൂപത്തിൽ അൽഹംദുലില്ലാഹ് നല്ല ബിസ്മിയൊക്കെ ചൊല്ലി റമദാനിലൊക്കെ പത്തിരി ഉണ്ടാക്കുമ്പോൾ പഴയ കാലത്ത് ഉമ്മാര് എന്തൊരു മട്ടത്തിന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ അങ്ങനെ ആ പലം അങ്ങനെ ഓടക്കയിലോണ്ട് ഇങ്ങനെ വരുത്ത. പിന്നെ ഇപ്പതൊക്കെ ഹാൻഡ് ബ്രേക്ക് വലിച്ചലാ അങ്ങനെയുണ്ട് പത്തിരി. അതുകൊണ്ട് ആൾക്ക് അതേപോലെ തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ. അപ്പൊ ആ പത്തിരിയിൽ ബർക്കത്തുണ്ട്. ദിക്റ് കേട്ടിട്ടാണ് ആ പത്തിരി ഉണ്ടാകുന്നത്. ഇന്ന് നമ്മൾ കറി ഉണ്ടാക്കുമ്പോഴൊക്കെ പുതിയാപ്പള്ള ചീത്ത എന്നിട്ട് ഉണ്ടാക്കണിച്ചെങ്കിൽ ഒരു ബർക്കത്തും അതിലില്ല, ഒരു കൂലി ഓക്കില്ല. ഓള് പിന്നെ ഇങ്ങോട്ട് കൊടുക്കാനേ കാരണം. അത് തിരിച്ചങ്ങോട്ടും ഭാര്യ. ചില ആളുകൾ ഭാര്യ എന്ന് പറഞ്ഞാല് അല്ലേ. അപ്പൊ ഇന്ന് ഞാന് ഓരോ കുട്ടികളോട് ചോദിച്ച് എനിക്കടാ ഗൾഫിലാണോ ഇഷ്ടം, പിന്നെ അതല്ല നാട്ടിലെ ഇഷ്ടം. കുറെ കാലം ഗൾഫിൽ നിന്ന് കുട്ടിയാറിന് ഗൾഫിലാണ് ഇഷ്ടം. അപ്പം ഞാൻ ഇവിടെ ഇല്ലടാ കുറേ കുട്ടികൾ കളിച്ചാനൊക്കെ ഉള്ളത്. അല്ല, അവിടെ വെള്ളിയാഴ്ച പാർക്കിൽ പോകും, അവിടെ കുറേ കളിച്ചാണ്ടാവും. പെണ്ണുങ്ങൾക്ക് ഉമ്മാക്കൊക്കെ അവിടെ തന്നെ ഇഷ്ടം. കാരണം വിറകുണ്ടാക്കണ്ട, വാഷിംഗ് മെഷീനിൽ തിരുമ്പിയാൽ മതി. അതിനൊക്കെ പുറമെ ഓൽക്ക് എന്താ വെച്ചാൽ ഒരു ദിവസം എന്ത് പുറത്തൊന്ന് പോകും. ആഴ്ചയിൽ ഒരു ദിവസം പുറത്തൊന്ന് പോയി കടപ്പുറത്തൊക്കെ ഒന്ന് പോയി ഉഷാറായിട്ടില്ലേ ഒരു കോയിനൊക്കെ വാങ്ങി ചുട്ടൊക്കെ ഇങ്ങനെ പോരുമ്പോൾ അതൊരു റാഹത്താണ്. ഇങ്ങളും അങ്ങനെയൊക്കെ ഒന്ന് പോകണം. അങ്ങനെയുണ്ട്. ആളുകൾ കൂടുന്നിടത്ത് പോകണ്ട, കൂടാത്ത സ്ഥലം ഉണ്ടല്ലോ. അങ്ങനെ ഒരു സെൽഫിയൊക്കെ എടുത്തേണ്ടി അപ്പുറത്തേക്ക് ഇപ്പുറത്തൊക്കെ നോക്കിയാണ്ട് ആരും ഇല്ലെങ്കിൽ ഒരു സെൽഫി എടുത്തേണ്ടി. ഇനി പോക്ക് വയസ്സായതൊന്നും നോക്കണ്ട. എനിക്ക് വയസ്സ് 85 ആയിക്കട്ടെ. ഇപ്പം എന്നോടെ പുസ്തകം സെൽഫി എടുക്കാൻ പറയണേ. നിങ്ങളെന്നാ 65 വയസ്സാകുന്ന ആ വല്യമാനെ കറുത്ത തുണിയൊക്കെ എടുത്തിട്ട് ബിസ്മില്ലാഹ് അത് സെൽഫി എടുത്ത് നോക്കണേ. അപ്പം കാണാം 18 വയസ്സുകൾ പോരണേ. ഇത് നമ്മൾ അങ്ങനെ ആക്കിയിട്ടാണ്. നമ്മളെ ഒരു വയലിച്ചൽ വർത്തമാനം പറഞ്ഞിട്ടാണ്. അപ്പൊ കുടുംബ ജീവിതത്തിലൊക്കെ സന്തോഷം. ഇതിനൊക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമാണ്. അതുകൊണ്ടല്ലേ അവിടുത്തെ അൽഹംദുലില്ലാഹ് ഭാര്യമാരോടൊക്കെ വളരെ നല്ല രൂപത്തിൽ എത്ര ഭാര്യമാരുണ്ടായിട്ടും ഒരു പ്രശ്നമില്ലായിരുന്നു. നമ്മൾ ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തിന് ആലോചിച്ചുമ്പോഴത്തേന് തന്നെ പ്രശ്നം ഉണ്ടാകണം. എന്തുകൊണ്ടാ വെച്ചാൽ ഒന്നാമത്തേനുള്ള ഹുക്കൂക്ക് തന്നെ നടത്താതെ പിന്നെ ദത്ത രണ്ടാമത്തെ ആലോചിച്ചിട്ട് നിങ്ങൾക്കൊന്നും കെട്ടാൻ തന്നെ പറ്റൂല. അതുകൊണ്ട് അങ്ങനെയുണ്ട്. ഒന്ന് പെണ്ണുങ്ങൾക്ക് വലിയ ഇഷ്ടം ഉണ്ടാവും എന്നോട്. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ആ രൂപത്തിൽ നമ്മളൊക്കെ ജീവിക്കുക. അങ്ങനെ ഭാര്യയോട്, കുടുംബത്തിനോട്, അയൽവാസികളോട്, ബന്ധപ്പെട്ട ആളുകളോടൊക്കെ കൊടുത്താക്കുക. കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു വീട്ടുക അല്ലേ. ഇത് പൈസ കടം വാങ്ങിയാൽ പിന്നെ റേഞ്ച് തന്നെ ഉണ്ടാവില്ല. വിളിച്ചാലോ റേഞ്ച് കിട്ടുന്നില്ല, റേഞ്ച് ഉണ്ടാവില്ല. കായില്ല അവൻ്റെ അടുത്ത് പിന്നെ റേഞ്ച് ഉണ്ടാണ്. കുറെ ആളുകൾ പൈസ വാങ്ങിയാൽ പിന്നെ പൈസ ഉണ്ടായ പിന്നെ ഏർവാടിക്കൾ പോകും. എന്താ ഏർവാടിയിൽ എന്താ പൈസ ഇല്ലാത്തവർക്ക് അവിടെ കൊടുക്കണമല്ല ഇല്ലേ. അജ്മീർക്ക് പോവുക, പൈസ വാങ്ങിക്കണ്ടേ. ലക്ഷക്കണക്കിന് റുപ്യേനെ കച്ചവടമൊക്കെ ചെയ്തിട്ട് പിന്നെ അവിടെ അജ്മീർ എന്താ പിന്നെ അജ്മീർ അതിൻ്റെ കച്ചവടമല്ലേ. അപ്പൊ അതുകൊണ്ട് ജനങ്ങളെ ഹുക്കൂക്കുകളൊക്കെ കൊടുത്തു വിടണം. മയ്യത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് പള്ളിയിലുള്ള ഇമാമിന് ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. ഈ കിടക്കുന്ന ജനാസ അബൂബക്കർ ഹാജിയുടെ ജനാസയാണ്, ഫാത്തിമ ഹജ്ജുമയുടെ ജനാസയാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് മരണമുണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ നാളെ പാരത്രികവും ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളൊക്കെ പൊരുത്തോട്ട് കൊടുക്കണം. ആരാ പൊരുത്തപ്പെടല്? ആരും പൊരുത്തപ്പെടില്ല. ഒക്കെ ഇങ്ങനെ മൂലര് പറയും ചെയ്യും, നമ്മൾ കേൾക്കും ചെയ്യും. ആരാ തൊള്ളോണ്ട് ഞാൻ പൊരുത്തപ്പെട്ടെന്ന് പറയല്? ആരും പറയില്ല ഒന്നും. ഞാൻ അങ്കഹത്തുക ബിന്തി ഫാത്തിമ എന്നിങ്ങനെ ചൊല്ലി തരുമ്പോ കബിൽത്തു ഓൻ പറയണ്ടേ? ഓങ്ങനെ തരണ ഈ ഇജാബാവോ? അപ്പൊ അതുകൊണ്ട് രണ്ടും നടക്കണം. ഇതുകൊണ്ടൊന്നും ജനങ്ങൾ പൊരുത്തപ്പെടുമെന്ന് നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഒരു സ്ഥലത്ത് സാമ്പത്തികമായ ഇടപാടിനെ പറ്റി പറഞ്ഞപ്പോ മയ്യത്തിസ്കാരം കഴിഞ്ഞപ്പോ 2 ലക്ഷം റുപ്യ വാപ്പ കൊടുക്കാനുള്ള ചോദിച്ചപ്പോ മകൻ പറയാണ്, ഏറ്റെടുത്ത മകനെ പറയണെന്ത്, 2 ലക്ഷം ഒന്നും ഞാൻ ഏറ്റെടുത്തില്ല, 1000-2000 വേണ്ടി നോക്കാം. അങ്ങനെയുണ്ട്. പള്ളി പറഞ്ഞാലും തിരും, നാട് പറഞ്ഞാലും തിരും. പിന്നെ ഇത് ഓൺലൈനാണ്, അതുകൊണ്ട് ഞാൻ പറയണില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം ഓൺലൈൻ ഇല്ലാതെ ഫിസിക്കലായി നടത്തുകയാണെങ്കിൽ അപ്പം പറയേണ്ടിയാണ്. അപ്പൊ നിങ്ങൾക്ക് തിരികെ എവിടെയാണ് നാട് നോക്കാം. ചിലപ്പോൾ നിങ്ങൾ തൊട്ടടുത്ത് തലം തന്നെ കാരണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കി ഇതൊക്കെയാണ് മനുഷ്യൻ. അപ്പൊ അതുകൊണ്ട് നമ്മൾ നന്നാകുക. നമ്മളെ കൂടി ചെയ്യാൻ കഴിയുന്ന ഹിതമകളൊക്കെ കുറഞ്ഞ കാലേ നമ്മൾ ജീവിക്കുള്ളൂ. ആ ജീവിക്കുന്നതിൻ്റെ ഇടയിൽ കുറെ കാര്യങ്ങൾ ചെയ്യാം. പിത്തനെയും ബസാദും ഇങ്ങനെ ഉണ്ടാക്കാതിരിക്കുക. അങ്ങനെ ഇന്നും അത് കൂടപ്പുറപ്പായി ഇങ്ങനെ കൊണ്ടുനടക്കണ്ട. പിത്തനെയും ബസാദും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. പള്ളി ഉണ്ടാക്കുക, മദ്രസകൾ ഉണ്ടാക്കുക, അതിന് ഹിദ്മ ചെയ്യുക. അൽഹംദുലില്ലാഹ് മുതഅല്ലിമീങ്ങളെ മഹബത്ത് വെക്കുക, മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക അല്ലേ. ഇന്ന് കണ്ടില്ലേ ഒരാൾ ഇപ്പോൾ നേരത്തെ അഷ്റഫ് വായിച്ചപ്പോൾ പറഞ്ഞില്ലേ ഒരാൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ. മുതഅല്ലിമീങ്ങളൊന്നും ഇവിടെ ഇല്ല. അയാളെ ആഗ്രഹമാണ് ഇവിടെ. മുതഅല്ലിമീങ്ങളോടുള്ള മഹബത്ത്. എത്ര വർഷമായി ഇവിടെ ഈ ദർസ് നടക്കുന്നത്? എത്ര 9 കൊല്ലായില്ലേ? എത്ര കൊല്ലായി? 7 കൊല്ലം. 9 കൊല്ലമായി പള്ളി ഉണ്ടാക്കിയിട്ടോ? 9 കൊല്ലം. സ്വലാത്ത് ഇവിടുന്ന് തുടങ്ങിയാണല്ലേ? ദർസും ഇവിടുന്ന് തുടങ്ങിയാണ്. അതുകൊണ്ട് ആ പള്ളിനെക്കാട്ടിലും വയസ്സ് ദർസിനും സ്വലാത്തിനും ആയത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അത്. അപ്പൊ അന്ന് മുതലേ എനിക്കറിയാം ഇവിടെ വന്ന് ചോദിച്ചാൽ ഒരു ദിവസം ഞാൻ ചിരങ്ങ ചോദിച്ചപ്പോൾ പിന്നെ ചിരങ്ങോണ്ട് ചിരങ്ങായി. പിന്നെ എല്ലാവരും പച്ചക്കറി ഉണ്ടാക്കണമല്ലോ ഈ ഭാഗത്ത്. ഓൺലൈനിൽ ലണ്ടനത്തെ ആളുകളുണ്ട്. ഓൺലൈന്
അപ്പൊ സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാൻ പിന്നെ പറഞ്ഞു, നീ ചരങ്ങ വേണ്ടായിരുന്നു. ഒരു ദിവസം പറഞ്ഞ ഓർമ്മണ്ടൊക്കെ നിങ്ങൾ പറഞ്ഞാണ് റൈമ് കിട്ടുന്നുണ്ടാവില്ല. അന്ന് ഗൾഫിലേന് അവിടെ ഒരു സ്ഥലത്തിൽ റൂമുണ്ട്. ആ റൂമുണ്ടാൽ തന്നെ സ്ഥലത്ത് എല്ലാം തോന്നുന്ന സൈസ് റൂമോ ആണ്. പൊളിയാത്ത സ്ഥലം ആ റൂമിന് ഞോടിയില്ല. അങ്ങനെ ഉണ്ടല്ലോ. നാളെ നമ്മൾ ഡ്രൈവർ എല്ലാ കുണ്ടിലും ചാടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് വേക്കെടുത്ത വനയാറ് എന്ത് ഉസ്താദേ, ഒരു കുണ്ട് ബാക്കി ഉണ്ടാവും കൂടെ ചാടിച്ചളാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അപ്പൊ നമ്മള് ആ ചെയ്യാൻ പറ്റുന്ന കുറഞ്ഞ ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കുറഞ്ഞ കാലം, ഇനിയിപ്പോൾ 40 വയസ്സ് ആയോല് ചിന്തിക്കുക, ഇനിയിപ്പോൾ 40 ഒന്നിപ്പോൾ ജീവിക്കുന്നൊന്നും യാതൊരു കണ്ടീഷനും ഇല്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഈ കുഞ്ഞാപ്പ് ഇങ്ങനെ മണ്ടുണ്ട്, കൊറോണയും നിപ്പൊക്കെ ആയിട്ട്. എപ്പോഴാണാവോ, അള്ളാഹു കാക്കട്ടെ. ഇതിൻ്റെ ഇടയ്ക്ക് പോയാൽ അതും കഴിഞ്ഞ്. നമ്മളെ പോലെ 2000 സ്ക്വയർ ഫീറ്റ് 3000 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉണ്ട്, 1500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, 1000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇതിലെ സ്ക്വയർ ഫീറ്റ് ഒക്കെ ഓരോ മക്കൾക്ക് ഒരേക്കാളുള്ള തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, ഇതാണ് അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഇന്നിൻ്റെ അടുത്ത് വേറൊരു കേസ് വന്ന്, ആ കേസിൽ ബാപ്പ മരിച്ചിട്ട് ഏകദേശം 2 മാസം ആയിട്ടില്ല. അപ്പോൾ ഇതിന് മക്കള് മുതലൂരൊക്കെ നിൽക്കുകയാണ്. മുതലൂരൊക്കെ നിൽക്കുകയാണ്. ആണൂരും പെണ്ണൂരും വെക്കണം. ശർഈയായ നിയമപ്രകാരം എന്നൊക്കെ വാപ്പ ഹജ്ജും ഉംറയും ഒക്കെ ചെയ്യാൻ ബാധ്യസ്ഥനായ ആളാണ്. അങ്ങനെയാണ് ഈ മുതലിന് വാപ്പാൻ്റെ ഒരു ഹജ്ജ് ചെയ്യണമെന്നില്ലല്ലോ പറയണവര്. ശർഈ ഇങ്ങോട്ട് പറഞ്ഞിട്ട് ആ അയിൻ്റെ ഒക്കെ മട്ടത്ര ഉണ്ട് നിങ്ങൾ. ഇന്ന് വന്ന കേസാണ്, ഇന്ന് വന്ന കേസാണ്. ഞാൻ പറഞ്ഞു നാളെ പറയാറുണ്ട്. ഇതാണ് മനുഷ്യന്മാര്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, അൽഹംദുലില്ലാഹ്, നമ്മൾ പള്ളിക്ക് കൊടുത്തതും മദ്രസ കൊടുത്തതൊന്നും നഷ്ടപ്പെട്ടു പോകില്ല, അതേ ഉണ്ടാവുള്ളൂ എന്ന് അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ കരുതി. നമ്മളെ ഈ മദ്രസക്കും പള്ളിക്കൊക്കെ ദർസിനൊക്കെ നിങ്ങൾ തരണം. നിങ്ങൾ കൊടുക്കുന്നവരാണ്, എനിക്കറിയാം. എല്ലാ വർഷവും ഞാൻ വരാറുണ്ട്, നിങ്ങൾ തരലുണ്ട്, ഒക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ദർസൊന്നും തുടങ്ങിയിട്ടില്ല. അള്ളാഹു തആല അതിനുള്ള നല്ല സാഹചര്യം അള്ളാഹു തരട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഞാനിവിടെ വന്ന് ഇറങ്ങുമ്പോൾ എപ്പോഴും കരുതും, ഈ ചളിയിലാണ് ഞാൻ ഇറങ്ങൽ. വണ്ടിയൊന്ന് മുമ്പൊക്കെ എടുത്ത് കുറേ ബാഗൊക്കെ എടുത്ത് അങ്ങനെ ചളി എപ്പോഴും. ഇത് നിങ്ങളെ പൊരൻ്റെ മുമ്പിലാണ്. നിങ്ങൾ കുടിരിക്കൽ കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് ഈ മഴ വെച്ചെങ്കിൽ ഈ മഴ കയ്യലോട് കൂടെ എന്ത് ചെയ്യും, ആ മഴ കയ്യലോട് തന്നെ പൊരൻ്റെ മുറ്റം നന്നാക്കും. പക്ഷെ ഞാൻ ഇവിടെ വരൽ തുടങ്ങിയിട്ട് ഇപ്പം എത്ര കൊല്ലേക്കണ് മീനു, ഓർമ്മ ഉണ്ടാവും? 5 കൊല്ലൊക്കെ ആയില്ലേ? ഒക്കെ ആയിട്ടുണ്ടാവും. 4-5 കൊല്ലത്തോളം ആയിക്കണം ഞാൻ ഇവിടെ. അന്ന് മുതലേ ഇതിങ്ങനെ. പക്ഷെ ഇതിന് ഇനിയിപ്പോൾ കുടിരിക്കലും കഴിഞ്ഞ് 2ാം കുടിരിക്കലും കഴിഞ്ഞ് 3ാം കുടിരിക്കലും കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞു. പക്ഷെ എന്തിനാ ഇതിൻ്റെ മുറ്റത്ത് പൂർവ്വം ചളിയായി. ഇത് പാടാ പള്ളിയിലെയോ ഈ പറമ്പ്? പള്ളിയിലെയാ? അതന്നെയാണ് ഈ ചളി ഇങ്ങനെ. സുബ്ഹാനല്ലാഹ്, അതന്നെ. അപ്പോൾ അതുകൊണ്ട് എല്ലാ വെള്ളം പിന്നെ മദ്രസിൻ്റെ മുമ്പിക്കാണ് എഴുതിയത്. മദ്രസിൻ്റെ മുമ്പിക്കാണ് വരുന്ന വർക്കത്തിനെ. കാരണം വെള്ളത്തിനും തന്നെ ഒരു ആഗ്രഹം മദ്രസിൻ്റെ മുമ്പിൽ ഇങ്ങനെ പോയിന്ന ഒരു മട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞമ്മക്ക് ഏതായാലും ഈ ചളി ഒന്ന് ഇവിടുന്ന് ഒഴിവാക്കണം. അതിന് മുമ്പിലൊന്ന് സീറ്റിടണം ഇൻഷാ അല്ലാഹ്. കട്ടൊന്ന് പിന്നെ പതിക്കും വേണം. മദ്രസ വളരെ മനോഹരമാണ്. നമ്മളെ പൊര മനോഹരല്ലേ? നമ്മളെ പൊര നല്ല മനോഹരാണല്ലോ. ചെടി വെച്ചിട്ടില്ലേ, നല്ല നല്ല മതിലുകളില്ലേ, നല്ല ഗേറ്റുകളില്ലേ, എല്ലാം ഉണ്ട്. പക്ഷെ ദീന് പഠിക്കുന്ന ഖുർആൻ പഠിക്കുന്ന സ്ഥാപനത്തിന്റെ മുമ്പ് ചീഞ്ഞളിഞ്ഞിങ്ങനെ നടക്കുക. ഞാൻ ഇപ്പൊ ഇന്നും നിർത്തി പിന്നെ മുമ്പൊക്കെ എടുപ്പിച്ചിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. എന്താ കാരണം? നിറച്ച് ചളിയാണ്. ഇന്നിപ്പോൾ മഴ കുറച്ച് കമ്മിയായിട്ട് അല്ലെങ്കിൽ അതിലങ്ങോട്ട് നടന്നു വരാനും കഴിയൂല. ഇത് നമ്മളെ കുട്ടികൾ പഠിക്കുന്ന മദ്രസയാണ്. ഈ മദ്രസ അൽഹംദുലില്ലാഹ് എൻ്റെ ഒരു മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ മദ്രസകളൊക്കെ ഉഷാറാവണം. ഇപ്പോൾ ഈ മദ്രസകളിൽ 92ഓളം വരുന്ന മദ്രസകൾ AC ആണ്. ഈ പറഞ്ഞ മദ്രസയിൽ 92ഓളം പറഞ്ഞ മദ്രസ AC ആണ്. 1ാം ക്ലാസ് സ്മാർട്ടാണ്. 1ാം ക്ലാസ് സ്മാർട്ടാണ്. നല്ല പേട് ചെയറൊക്കെ ഇട്ട് നല്ല അടിപൊളി മദ്രസകളാണ് 1ാം ക്ലാസ്സിൽ അല്ലേ? അതുകൊണ്ട് തന്നെ നാളൊരു സ്ഥലത്ത് 1ാം ക്ലാസ്സിൽ നിന്ന് കുട്ടി 2ക്ക് ജയിച്ചപ്പോൾ 2ലൊക്കെ പിന്നെ പഴയ കോലത്തിലാണ്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാൻ 2ക്ക് പോലെ ഉസ്താദയാണ്. അതെന്ത് വെച്ചാൽ 2ൽ തണുപ്പില്ലായിരുന്നു. 1ലെ AC ഉള്ളൂ, 2ാം ക്ലാസ്സിൽ. അപ്പൊ പിന്നെ ആ കുട്ടീനെ മൂത്താപ്പ വെച്ച് 2ാം ക്ലാസ്സിൽ ഇഞ്ച കുട്ടി 2ക്ക് മുകളിൽ എന്താ കാട്ടണ്, ഇന്ന് 5 വക AC ആയിക്കോട്ടെ. അങ്ങനെ ഓരോ മൂത്താപ്പാരും എല്ലായിടത്തും ഉണ്ടായ 10 ക്ലാസ്സിൽ AC ആവൂലേ? അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് മദ്രസ ഇവിടെ AC-ന്റെ മദ്രസയിൽ എന്ത് AC? ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഒരു 4 മാണോ വേണ്ട ചില ഒരു ഫാനും. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ ഇത് സംഗതിയാണ്. അപ്പൊ മദ്രസകൾ ഉഷാറാവണം. മദ്രസ നല്ല ഉഷാറാവണം. മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ നല്ല ഉഷാറാവണം. നല്ല വൃത്തി വേണം. ചെടികൾ വെക്കണം. മദ്രസന്റെ ഉള്ളിലും പുറത്തൊക്കെ നല്ല ചെടികൾ വേണം. ചെടികൾ നമുക്ക് തരുന്നത് നല്ല ഓക്സിജനാണ്. നമുക്ക് തരുന്നത് ചെടികളുടെ വേസ്റ്റ് ഓക്സിജനാണ്. നമ്മുടെ വേസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ആ ചെടികളുടെ ഭക്ഷണവുമാണ്. അതുകൊണ്ട് ബെഡ്റൂമുകളിലൊക്കെ നല്ല ചെടികൾ വെക്കണം. ബെഡ്റൂമുകളിലും റൂമിലും പരിസരത്തൊക്കെ നല്ല ചെടികളും മരങ്ങളൊക്കെ വേണം. കാരണം എന്താ? കാരണം നമുക്ക് ഇപ്പൊ ബെഡ്റൂമിന്റെ അവസ്ഥ ഒക്കെ ബെഡ്റൂം, അതിനൊരു കർട്ടൻ, അതിനൊരു ഗ്ലാസ് ഒക്കെ പെട്ട ഒരു നിലക്കുള്ള ഒരു വായു ഇതിനുള്ളിൽ കടക്കൂല.
അപ്പോൾ മദ്രസകളിലേക്ക് വരുമ്പോൾ തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു നല്ല ഒരു മനസ്സ്, നല്ല പൂവുകൾ, ഒരു പനനീർ പൂവ് കുറെ 1ാം ക്ലാസ്സിൽ നല്ല നാച്ചുറൽ നല്ല പൂവുകൾ കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. ആ കുട്ടികളൊക്കെ പോയിട്ട് ആ പൂവുമ്പോൾ ഒന്ന് തൊട്ടോക്കും, ഒന്ന് മൊത്തം കൊടുക്കും. അത് അതിനോടുള്ള ഒരു താല്പര്യമാണ്. ആ ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ ഉഷാറാണ്. ഇപ്പൊ അൽഹംദുലില്ലാഹ് ഈ മദ്രസ നല്ല വൃത്തിയുണ്ട്. അൽഹംദുലില്ലാഹ് ഇതുപോലൊന്നും ഒരു കച്ചറി ആയിട്ടില്ല, നല്ല വൃത്തിയുണ്ട്. ഇങ്ങനെ മദ്രസകളൊക്കെ അൽഹംദുലില്ലാഹ് ആവണം. കർട്ടനുകളൊന്നും മദ്രസയിൽ ക്ലാസ്സിന്റെ ഇടയിൽ ഒരു ഫായിദുമില്ല. കാരണം എന്താ, ഇവിടെ 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കണം, അവിടേക്ക് കേൾക്കും. നാളെ കുട്ടി 4-ലെത്തിയാൻ പറഞ്ഞു, ഉസ്താദ് ബാപ്പാനോട് പറഞ്ഞു, ബാപ്പ ഞാൻ 4ക്ക് ഞാൻ പോടില്ല. അതെന്ത് 1ാം ക്ലാസ്സിൽ 4ത്തെ കേട്ടിക്കണേ, 2-നും 4. അപ്പൊ എന്താ, 4ാം ക്ലാസ്സിലെ ഉസ്താദ് നല്ല സൗണ്ടിൽ നല്ല പാട്ടൊക്കെ പാടി ക്ലാസ് എടുക്കുന്ന ഉസ്താദാ. മൂപ്പരിങ്ങനെ നല്ല മട്ടത്തിന് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ 1ാം ക്ലാസ്സിലെ കുട്ടി എന്ത് ചെയ്യും, 4ക്ക് ഇങ്ങനെ നോക്കി കുത്തിറക്കും. ആ കുട്ടി 2-ലെത്തിയപ്പോഴും ആ ഉസ്താദ് 4 തന്നെ ഉണ്ട്. ആ ഉസ്താദിന്റെ പിന്നെയും കേട്ടി. 3-ലെത്തിയ കൂടെ പിന്നത്തിന് 4 പോണ്. എന്നാ 1-ത്തെ കിട്ടുവാറ്റല്ലേ, 2-ത്തെ കിട്ടുവാറ്റല്ലേ. ഇതെന്തുകൊണ്ടാണ്? മദ്രസന്റെ ഈ ഇടക്ക് കറക്റ്റാവണം. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ മദ്രസകളിലൊക്കെ ഷട്ടറുകളായിടണം നടുക്ക്. ഇന്നാ ഇതുപോലെ ഒരു മജ്‌ലിസ് നടത്തേണ്ടി വന്നാൽ ഷട്ടറാണ് പൊന്തിക്കും. അപ്പൊ ഹോളായി. എല്ലാ ദിവസവും നടക്കുന്ന പഠനത്തിനെ ഫിത്തനയാക്കാൻ, ഒരു മാസത്ത് നടക്കുന്ന എന്തെങ്കിലും ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് ഈ കുട്ടികളുടെ പഠനം ഫിത്തനാക്കാൻ പാടില്ല. നല്ല ഉഷാറിൽ പഠിപ്പിക്കണം. ഇതൊക്കെ ഓരോരുത്തരാണ് ഏറ്റാ മതി. ഇൻഷാ അല്ലാഹ് ആ ഷട്ടർ ഒന്ന് ഞാൻ ഏറ്റ് ഒരു 30 ഉറുപ്പ്യ ആവും. അങ്ങനെ ഏറ്റെടുത്ത അൽഹംദുലില്ലാഹ് അതങ്ങോട്ട് വിജയിക്കും. അല്ലാഹു തആല എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ഖൈർ നൽകട്ടെ. അതുകൊണ്ട് അതിനൊക്കെ മുമ്പ് ഈ ചളി ഒന്ന് മദ്രസന്റെ മുമ്പിൽ നിൽക്കണം. ഇത് വലിയ കുരുത്തക്കേടാണ്. നമ്മളെ മദ്രസന്റെ മുമ്പിൽ ഇങ്ങനെ ചളി ഇങ്ങനെ വന്ന് നിന്ന് ഇവിടെ എല്ലാ വെള്ളവും ഇങ്ങോട്ട് വന്ന് ഇപ്പൊ പരിസരങ്ങളൊക്കെ വൃത്തിയായി. അൽഹംദുലില്ലാഹ് ഞാൻ ഇവിടെ വരുന്നൊന്നും ഇവിടെ ഒന്നുമില്ല. ഒക്കെ നല്ല റാഹത്തുള്ള വീട്. ആ വീട്ടുകാർക്കൊക്കെ അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ, ഖൈർ നൽകട്ടെ. അയൽവാസികൾക്കൊക്കെ അല്ലാഹു സന്തോഷം